എത്തിയിരിക്കുന്ന അമ്മച്ചിമാരെ നമുക്ക് സ്വാഗതം ചെയ്യാം. അമ്മച്ചിമാര് വളരെ കഷ്ടപ്പെട്ട് വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. കായംകുളം പള്ളിയിലെ വിശുദ്ധ ബസേലിയോസിന്റെ അതിഗംഭീരമായ പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ കണ്ട് ക്ഷണിച്ചിരിക്കുകയാണല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവരോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കാം. അമ്മച്ചിമാരെ, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ പാട്ട് രൂപത്തിൽ മറുപടി പറയാമോ? എങ്ങനെയുണ്ട് ഐഡിയ? ഇരുന്നാട്ടെ. ഇതിലൊരമ്മച്ചി ജഡ്ജിയായിരുന്നു. ജഡ്ജി അമ്മച്ചിയുടെ പ്രാർത്ഥനയോടെ നമുക്ക് പരിപാടിയിലേക്ക് പ്രവേശിക്കാം. യുവർ ഓണർ, ഞങ്ങളുടെ പെറ്റീഷൻസ് ഒക്കെ നിന്റെ മുമ്പിൽ വയ്ക്കുന്നു. ഞങ്ങളുടെ ഹർജികളെല്ലാം നീ പരിഗണിക്കണമേ. ഞങ്ങളുടെ ക്രിമിനലും സിവിലുമായ എല്ലാ കുറ്റങ്ങളും ഞങ്ങളോട് നീ ക്ഷമിക്കണമേ. കുരിശിൽ വെച്ച് നീ കള്ളനെ കൈക്കൊണ്ടതുപോലെ IPC സെക്ഷൻ 144, 138B കൊല, കളവ്, കൊലപാതകം, മോഷണം എന്നീ വകുപ്പ് പ്രകാരം വധശിക്ഷ ലഭിക്കേണ്ട കള്ളനോട് നീ ക്ഷമിച്ചുവല്ലോ. 3 വർഷം നിന്റെ കൂടെ നടന്ന് 3 പ്രാവശ്യം നിന്നെ തള്ളിപ്പറഞ്ഞ പത്രോസ്, IPC സെക്ഷൻ 148A വിശ്വാസവഞ്ചന, IPC സെക്ഷൻ 4821 എന്നീ വകുപ്പ് പ്രകാരം 10 വർഷം ജയിലിൽ ഗോതമ്പുണ്ട് തിന്നേണ്ട പത്രോസിനോട് നീ ക്ഷമിച്ചതുപോലെ എല്ലാ കുറ്റങ്ങളും ഞങ്ങളോട് നീ ക്ഷമിക്കണമേ. ആമേൻ. അമ്മച്ചിമാരെല്ലാം ഒരുപോലെ അണിഞ്ഞൊരുങ്ങി വെള്ളച്ചട്ടയും മുണ്ടുമൊക്കെ കൊടുത്ത് കായംകുളത്തിന്റെ സുന്ദരി അമ്മച്ചിമാരായി ആനച്ചന്തം പോലെ അമ്മച്ചി ചന്തമായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. എന്താ ഇതിന്റെ കാരണം? ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. അമ്മച്ചിമാരെ, എല്ലാവരും പേരിനായിട്ട് ഓടുന്നു. നിങ്ങളും അങ്ങനെ ആയിരിക്കുമല്ലോ. ഒരു സ്റ്റൈലൻ പേരില്ലെങ്കിൽ എന്താ ഒരു ഭ്രമ. നിങ്ങളുടെയൊക്കെ പേരിന്റെ ആദ്യ അക്ഷരങ്ങൾ ചേർത്ത് കൃഷ്ണൻകുട്ടിയും മീനാക്ഷിയും കുഞ്ഞിനെ കൃമി എന്ന് പേരിട്ടതുപോലെ, പവിത്രനും ശുഭയും കുട്ടിക്ക് പശു എന്ന് പേരിട്ടതുപോലെ, മാത്തുക്കുട്ടിയും ക്രിസ്റ്റീനായും കുഞ്ഞിന് മാക്രി എന്ന് പേരിട്ടതുപോലെ, നിങ്ങളുടെ ഗ്രൂപ്പിന്റെ പേരും ഇതുപോലെയൊക്കെയാണോ? എന്താ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര്? നാഥനോ മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനായി. നാഥനോ മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനായി. കൊള്ളാമല്ലോ. അപ്പൊ പേരൊന്നുമില്ല അല്ലേ? ആട്ടെ, അമ്മച്ചിമാരെയൊക്കെ കണ്ടാൽ തന്നെ വല്ലതും കഴിക്കുന്ന വീട്ടിലെയൊക്കെയാണെന്ന് അറിയാമല്ലോ. ബൂസ്റ്റ് ഈസ് ദി സീക്രട്ട് ഓഫ് മൈ എനർജി, അവർ എനർജി എന്ന് പറയുന്നത് പോലെ അമ്മച്ചിമാരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്ത്? ഈ പ്രായത്തിൽ നിങ്ങളുടെ ആരോഗ്യമൊക്കെ എങ്ങനെ? 7, 10 ഏറെയായാലെൺപതു മാത്രം നീളമായുസ്സതു നിലച്ച കഷ്ടത മാത്രം. 7, 10 ഏറെയായാൽ 80 മാത്രം നീളമായുസ്സതു നിലച്ച കഷ്ടത മാത്രം. അപ്പം പ്രയാസമാണല്ലേ. സ്വന്തം കാര്യം പോലും ശ്രദ്ധിക്കാൻ വയ്യാത്ത അമ്മച്ചിമാർ. ഇവരുടെ കാര്യങ്ങളൊക്കെ അപ്പം മക്കളായിരിക്കും നോക്കുന്നത്. മക്കളൊക്കെ കൂടെ ഉണ്ടോ? അതോ വേറെ മെച്ചപ്പെടുത്തൽ തേടി പോയോ? മക്കളൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ടോ? ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. ആകാശമേ കേൾക്കാം,
എന്താ ചെയ്യുക? മക്കളെക്കാൾ സ്നേഹത്തോടെ നോക്കുന്ന മരുമക്കളുടെ കാലമാണ് 21-ാം നൂറ്റാണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഇടവക. അമ്മച്ചിമാരെ, മക്കൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ മരുമക്കൾ സഹായമായിരിക്കുമല്ലോ. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഇപ്പൊ ഇവിടെ കാണുന്ന ചാട്ടവും ബഹളവും ഒക്കെ ഉള്ളൂ അല്ലേ? ഈ അടവൊന്നും വീട്ടിൽ നടക്കുന്നില്ല അല്ലേ? മാതൃസമാജത്തിന്റെ മീറ്റിങ്ങിനൊന്നിരിക്കാൻ പാവം അച്ഛനും സിസ്റ്ററും പറയുമ്പോൾ വീടേ വീടേ എന്ന് പറഞ്ഞു ഓട്ടമാണല്ലോ. വീട്ടിൽ ചെന്നാൽ വെറും പൂച്ചയാ അല്ലേ? നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. അയ്യോ അയ്യേ, അമ്മച്ചിമാർക്കൊന്നും നേരെ നിൽക്കാൻ വയ്യ, പിന്നെ ആ പോരാട്ടത്തിന് പോകുന്നത്. അമ്മച്ചിമാരെല്ലാം തനിയാണോ വന്നിരിക്കുന്നത്? വീട്ടുകാരൊക്കെ എന്തിയെ? സാധാരണ അമ്മച്ചിമാർക്കൊക്കെ കുടുംബസ്നേഹമുള്ളവരാണല്ലോ. നിങ്ങളും ഈ വാർഷികത്തിന് വന്നിട്ടും അപ്പച്ചന്മാരെ കൂട്ടാതെ എന്താ വന്നത്? പറഞ്ഞു ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. പറഞ്ഞു ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. കൊള്ളാം, ഞങ്ങളെയെല്ലാം ഈ പാവം ഞങ്ങളെയെല്ലാം പറവന്മാരാക്കിയല്ലോ. ആ പോട്ടെ, സാരമില്ല. ഇവരൊക്കെ ഉള്ളത് കൊണ്ടല്ലേ നമ്മുടെയൊക്കെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. പക്ഷെ 2-3 അമ്മച്ചിമാർ അനങ്ങാതിരിക്കുന്നു. ആ അമ്മച്ചിമാർക്ക് ഭർത്താക്കന്മാരോട് സ്നേഹമുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, മിണ്ടാതിരിക്കുന്നു. എൻ പ്രിയനെ പോൽ സുന്ദരനാരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. അപ്പൊ ഞങ്ങൾ സുന്ദരന്മാരാണെന്ന് സമ്മതിച്ചു അല്ലേ? ഓക്കെ, വീട്ടുകാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. ഇനി അല്പം നാട്ടുകാര്യം ചോദിക്കാം. ആ കൊള്ളാം, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. നിങ്ങളുടെ ദേശം എവിടെയാ? എന്റെ ദേശം